എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ജയപാലനോട് നരയൻ ആരാണ്, അവൻ്റെ രീതികൾ എന്താണ് എന്നൊക്കെ ശിവപാലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിനു മുമ്പുള്ള ചില സംഭവങ്ങൾ, അന്ന് എസ്.ഐയുടെ മുമ്പിൽ തോക്കും ചൂണ്ടിരുന്നതും അതുപോലെ ശിവപാലനെ തന്നെ എടുത്തിട്ടിടിച്ചതും ഒക്കെ പറയുന്നു. അതൊരു ഏകദേശം ഐഡിയ കിട്ടും ജയപാലന്. അന്നേരം ജയപാലൻ പറയുന്നുണ്ട് അവനെ ഒതുക്കാനുള്ള മാർഗ്ഗമൊക്കെ എനിക്കറിയാം, എനിക്ക് അവനെ ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ എന്ന്. അന്നേരം ശിവപാലൻ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും അവനാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അവൻ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എൻ്റെ കൈപ്പിടിയിലാണ് എന്ന് പറയുമ്പം അവനെ ഞാൻ ഒഴിവാക്കി തരാം, പക്ഷേ നല്ലൊരു കമ്മീഷൻ തരേണ്ടി വരുമെന്ന് പറയുമ്പം അതെന്താണെന്ന് വെച്ചാൽ തരാമെന്ന് ശിവപാലൻ പറയുന്നുണ്ട്. ഈ സമയം താഴെ ഈ സ്ഥലം വിൽപ്പനയിൽ എന്തൊക്കെ കള്ളത്തരങ്ങളാണ്, എന്തൊക്കെ ചതിയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ധർമ്മൻ മുത്തശ്ശനോടും നരയനോടും വിശദമായിട്ട് പറയുന്നു. അന്നേരം ഇത്രയും വലിയ ചതിയാണോ അവിടെ നടന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ അറിയാവുന്ന ധർമ്മനെ ഇടയ്ക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നു എന്ന്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് ഞാനങ്ങനെ സൂചിപ്പിച്ചായിരുന്നെങ്കിലും നിങ്ങളാരും ശിവപാലനെ സംശയിക്കില്ലായിരുന്നു, ഞാൻ പെട്ടുപോയേനെ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഭാഗത്താ തെറ്റെന്ന്. അത് കഴിഞ്ഞ് നരയനോട് പറയും ആ കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കണം മോനെ, അതിന് നീ മുന്നിട്ടിറങ്ങണം എന്നും പറയുന്നു. അതുപോലെ സുജാതയും കാണിക്കുന്നുണ്ട്. സുജാത രാത്രി മൊത്തം ആ പറമ്പിൽ തന്നെ ഇരുന്ന് ഉറങ്ങുമായിരുന്നല്ലോ, തണുത്ത് വിറച്ചിരിക്കുവാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഗീതയും മോളും വരുന്നത്. മോള് വന്ന് കണ്ടുപിടിച്ചേ എന്ന് പറയുവാണ്. മോളോട് പറഞ്ഞേക്കുന്നത് അവർ രാത്രിയിൽ സാറ്റ് കളിച്ചപ്പോൾ അമ്മ പോയി ഒളിച്ചിരിക്കുവാണ്, അതുകൊണ്ട് പോയി കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഈ കാര്യം സുജാതയോട് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് നിൻ്റെ മോളോട് അങ്ങനെ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന കളി അവൾ മനസ്സിലാക്കിയ നീയൊക്കെ പെട്ടുപോയേനെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കും. അന്നേരം ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഇവിടെയുള്ള അയൽക്കാരോടും മെമ്പറോടും ഒക്കെ എനിക്ക് പറയണം എന്ന് പറയുമ്പം ഗീത പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകേണ്ട, ദാസേട്ടൻ വെള്ളമടിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അവിടുത്തെ വീട്ടിലാണെങ്കിൽ വൈകിട്ടായാൽ എല്ലാവരും ചേട്ടാനിയന്മാരെല്ലാവരോടും ഇരുന്ന് മദ്യപിക്കും, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും അടിയും ഒക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഓ ഇത്രയും വലിയ കുടുംബത്തിലേക്കാണ് നീ ചെന്ന് കയറിയത് എന്ന് നീ ഇത്രയും വിശദമായിട്ട് ഇപ്പോഴല്ലേ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് അമ്മ വെറുതെ ദാസേട്ടനെ ചൊടിപ്പിക്കാതിരുന്നാൽ മതി, സ്വത്ത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ്. ദാസേട്ടൻ അത് വലിയ പ്രശ്നമൊന്നും അല്ല, അമ്മ വാ എന്ന് പറഞ്ഞ് അങ്ങ് അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അന്നേരം സുജാത പറയുന്നുണ്ട് ഇന്നലെ രാത്രി നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു, രാവിലെ നിൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ എന്നെ കൊണ്ടേ നിർത്തി കൊടുക്കാമെന്ന് നീ പറഞ്ഞില്ലേ, അത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുമ്പം ഗീത പറയുവാണ് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കേൾക്കുന്ന ആ സ്വഭാവം അങ്ങ് നിർത്ത്, അത് മനസ്സിൽ കിടക്കുമ്പോഴാണ് ഇതുപോലെ ഓരോന്ന് തികട്ടി പുറത്തേക്ക് വരുന്നത്, അതുകൊണ്ട് അമ്മ ആ രീതിയിലൊന്നും കാണണ്ട. ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പൻ്റെ മുന്നിൽ വേദവാക്യം ഓതിയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് ദാസേട്ടന് മുമ്പിൽ അങ്ങനെയൊക്കെ, അല്ലാതെ എൻ്റെ മനസ്സിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പം കൊച്ചു പറയുവാണ് ദേ അച്ഛൻ പറഞ്ഞ് കിളവേ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന്. അന്നേരെ കാര്യങ്ങൾ മനസ്സിലായി സുജാതയ്ക്ക്. സുജാത ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നിവിനെയും കാവേരിയാണ്. അവർ നരേൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കും ഇത് ശിവപാലൻ്റെ വീടല്ലേ എന്ന്. എന്നിട്ട് ഡീറ്റെയിൽസൊക്കെ പറയുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശിവപാലൻ ഇവിടെയല്ല എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലം പറഞ്ഞു കൊടുക്കുക. ഇവരവിടെ നിന്ന് പോന്നു കഴിയുമ്പം നരേൻ ഇറങ്ങി വന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ രീതിയിലെല്ലാം പറഞ്ഞോ എന്ന്. അന്നേരം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നരേൻ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് സുജാതയെ കാണിക്കുന്നുണ്ട്. സുജാത വീട്ടിൽ ഒരു സദ്യ റെഡിയാക്കുവാണ്, അതിന് വാഴയിലൊക്കെ വെട്ടുന്നുണ്ട്. അന്നേരം ഗീത വന്നിട്ട് അമ്മ എന്താ അമ്മ വിശേഷം, അമ്മ എന്താ സദ്യ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഒരു സദ്യ ഉണ്ടാക്കാം എന്ന് കരുതി എന്ന് പറയും. അന്നേരം ഗീത പറയുന്നുണ്ട് അല്ലെങ്കിലും ദാസേട്ടന് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, 3-4 പായസമൊക്കെ കൂട്ടി സദ്യ കഴിക്കാൻ കൊതിയാണ്, ഉണ്ടാക്കാനൊക്കെ എന്നോട് പറയും, എനിക്ക് മടിയായതുകൊണ്ട് അവസാനം ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ബിരിയാണിയിലെത്തിക്കും, അതാണ് നടക്കാറുള്ളത്. ഏതായാലും അമ്മ 3-4 കൂട്ടം പായസം ഒക്കെ ആയിട്ട് സദ്യ ഉണ്ടാക്കിക്കോ, ഞാനും കൂടാം, ഇന്ന് ഏതായാലും നന്നായിട്ട് മെനക്കെട്ട് കഴിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറയുമ്പം സുജാത പറയുന്നുണ്ട് ഇന്ന് ഞാൻ അവന് നല്ല ഒന്നാന്തര സദ്യ കൊടുക്കുന്നുണ്ട്, അവൻ ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള സദ്യ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഞാനും കൂടാമേ എന്നൊക്കെ പറയും. എന്നിട്ട് ഗീത അതിനിടയ്ക്ക് ചോദിക്കുവാണ് അമ്മ വിനീതിൻ്റെ 16 അടിയന്തരം നടത്തും എന്നൊക്കെ പറഞ്ഞത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണോ എന്ന്. അന്നേരം അങ്ങനെ പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നിയോ, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ല അതിനുള്ള ഒരുക്കങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഈ സദ്യയും ഈ ഒരുക്കങ്ങളൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് അത് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പം അത് നന്നായിട്ട് നടത്തണം അമ്മേ എന്ന് പറയുന്നുണ്ട്. അന്നേരം
കൊച്ചു ചോദിക്കും അതെന്താ സംഭവം, ഈ പനാറടീന്ദ്രം എന്താണ് എന്ന് ചോദിക്കുമ്പം അത് വിനീത് മാമൻ്റെ പേരിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് എന്ന് പറയുവാണ്. അന്നേരം കൊച്ചു ചോദിക്കുക അമ്മയുടെ പനാറടീന്ദ്രം എന്നാണ് എന്ന്. അന്നേരം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അവൾക്കിപ്പം ബാക്കിയുള്ളവൻ്റെ പുക കണ്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവും. അന്നേരം എന്തിനാ അമ്മ ഇപ്പം എന്നോട് ദേഷ്യപ്പെട്ട്, എനിക്ക് മനസ്സിലായില്ല അമ്മമ്മ എന്ന് പറയുമ്പം സുജാത പറയുന്നുണ്ട് അവൾക്ക് ഇപ്പം ചെറിയ പേടി തോന്നിയില്ലേ, അതെന്താ കാരണം എന്നറിയാവോ, മത്തൻ കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി, അതുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. നരേൻ്റെ അടുത്തുനിന്ന് പോരുന്ന നിവിനും കാവേരിയും കൂടെ നേരെ ചെല്ലുന്നത് ധർമ്മൻ്റെ അടുത്തോട്ടാണ്. ധർമ്മൻ ആണ് ശിവപാലനായിട്ട് അവർ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നു. ചതിക്കപ്പെട്ടോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങേര് പറയും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം, അല്ലാതെ എനിക്ക് ഇതിന് മറുപടി പറയാൻ പറ്റത്തില്ല. ഈ ജയപാലൻ മേടിച്ച ഭൂമിയും നിങ്ങളുടെ അച്ഛൻ മേടിച്ചു എന്ന് പറയുന്ന ഭൂമിയും ഒന്നാണ് എന്ന് എനിക്കറിയില്ല. എൻ്റെ മാനേജരോട് സംസാരിച്ചാലേ എനിക്കറിയത്തുള്ളൂ. മാനേജറുടെ വീട്ടിൽ ഇന്നൊരു മരണം നടന്നു. അവരുടെ മകളാണ് മരിച്ചു പോയത്. എന്തോ ഒരു പ്രേമനൈരാശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തോ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഞാനൂടെ ചെന്നൊന്ന് സഹായിക്കേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് നടക്കുകയില്ല എന്ന് പറയുന്നു. ആകെ വിഷമമാവുന്നുണ്ട് കാവേരിക്കും നിവിനും. അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നോക്കാവോ എന്ന്. പറ്റില്ല, ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്നിട്ട് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്നും പറയുന്നുണ്ട്. അവർ അവിടുന്ന് പോകുന്നതിന് ശേഷം നിവിൻ പറയുന്നുണ്ട് എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങളുടെ സ്ഥലം അല്ല ജയപാലൻ മേടിച്ചത് എന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അയാളുടെ മനസ്സിൽ എവിടേക്കോ ഒരു ചെറിയ നന്മയുള്ളതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് കാവേരിയോട് പറയുന്നുണ്ട്. അന്നേരം കാവേരി പറയുന്നുണ്ട് അങ്ങേര് സഹായിച്ചില്ലെങ്കിൽ പോലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് നിവിനോട് ചോദിക്കും നാളെയല്ലേ ഈ പറഞ്ഞ ഭൂമി പൂജ നടക്കുന്നത്, അവിടെ ഞാൻ വരുന്നുണ്ട് കേട്ടോ നിവിൻ്റെ അമ്മാവനെ നന്നായിട്ടൊന്ന് കാണാൻ എന്നും പറയുന്നുണ്ട് കാവേരി. പിന്നെ കാണിക്കുന്നത് ഗീതയാണ്. ഗീത അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും ദാസൻ ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങോട്ട് കാണുന്നു പോലും ഇല്ലല്ലോ, എന്താ ഇത്ര തിരക്ക് എന്ന് ചോദിക്കുമ്പം അയ്യോ അടുക്കളയിൽ അമ്മ ഭയങ്കര ഗംഭീര സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് തൊട്ടും തലോടി നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുമായിരുന്നു. ദാസേട്ടനെ സോപ്പിടാൻ വേണ്ടിയാന്ന് തോന്നുന്നു സദ്യ ഒരുക്കുന്നത് എന്നൊക്കെ പറയുക. അന്നേരം ദാസൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും എന്നെ സോപ്പിടാമെന്ന് നിൻ്റെ തള്ള കരുതണ്ട, മര്യാദയ്ക്ക് അവരോട് സ്വത്ത് എഴുതി തരാൻ പറ, അല്ലെങ്കിൽ ഇന്നും അവർ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയില്ല എന്ന് പറയുമ്പം അത്രയും മുറുക്കണോ ദാസേട്ടാ, 1-2 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പം ദാസൻ പറയുവാണ് ഇപ്പം അവർ നിലയില്ലാതെ നിൽക്കുവാണ്, ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അത്തേ പിടിച്ച് കയറും, അതുകൊണ്ട് അത് അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നതേ അങ്ങ് ദൂരെ നിന്ന് നമ്മുടെ വിനീതും ഗംഗയും കൂടെ ബൈക്കേ വരുന്നത് കാണും. അവർ മുറ്റത്ത് കൊണ്ടേ വണ്ടി നിർത്തുന്നത് ഗീത ചാടിയും കഴിഞ്ഞേക്കും. അവൻ ഇത്ര ധൈര്യം എങ്കിലും ഒന്ന് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ദാസൻ നീ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയും. അന്നേരം ഇതിന് അമ്മയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നൊക്കെ ഗീത പറയുമ്പോൾ നീ അമ്മയെ വിളിക്കുക എന്ന് ദാസൻ ഒന്നുകൂടെ പറയും. അമ്മയെ വിളിക്കാൻ വേണ്ടി തിരിയുന്ന ഗീത കാണുന്നത് നിലവിളക്കുമായി ഇറങ്ങി വരുന്ന സുജാതയാണ്. അത് കണ്ട് കണ്ണും തള്ളി നിൽപ്പുണ്ട് രണ്ടുപേരും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്ക് പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ നിലവിളക്ക് ഗംഗയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന സുജാത നിലവിളക്കും പിടിച്ച് വലതുകാല് വെച്ച് ഗംഗ വീട്ടിലോട്ട് കയറുന്നു. പിന്നെ അകത്ത് പോയി സംസാരിക്കുന്നു, പരസ്പരം കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ പറയുന്നുണ്ട് 3 പേരൂടെ. അത് കഴിഞ്ഞ് വിവരങ്ങളെല്ലാം അറിയുന്ന വിനീത് ദാസനെ എടുത്ത് പഞ്ഞിക്കിടുന്നതും കാണിക്കുന്നുണ്ട്. ആകെ പ്രശ്നമാകുന്നു. അതുപോലെ ജയപാലൻ്റെ ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ചെല്ലുന്ന കാവേരിയും അവിടെ ആ ഭൂമി പൂജ മുടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ടും കാണിച്ചത്.